വാഹനങ്ങളിൽ അനധികൃത മോഡിഫിക്കേഷൻ വ്യാപകം. മൗനം പാലിച്ച് മോട്ടോർ വാഹന വകുപ്പ്. വാഹനങ്ങളിൽ രൂപമാറ്റം വ്യാപകമായിട്ടും കണ്ണടച്ച് മോട്ടോർ വാഹന വകുപ്പ്. നിയമവിരുദ്ധമായിട്ടുള്ള പല മോടി പിടിപ്പിക്കലും ഇപ്പോൾ നടക്കുന്നുണ്ട്. വാഹനങ്ങളിൽ വലിപ്പം വർദ്ധിപ്പിക്കുക, ടയറുകളുടെ സൈസ് വർദ്ധിപ്പിക്കുക, സസ്പെൻഷൻ മാറ്റുക എന്നിങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്. അതിൽ തന്നെ കൂടുതൽ മിനി വാനുകളിലാണ്. വാഹനങ്ങളിലെ ഭാരസന്തുലനം നഷ്ടമാകുന്ന വിധമാണ് പല വാഹനങ്ങളിലും മോഡിഫിക്കേഷൻ നടത്തുന്നത്. മിനി വാനുകളിൽ രൂപമാറ്റം വ്യാപകമായിട്ടും നടപടിയെടുക്കാതെ മോട്ടോർ വാഹന വകുപ്പ്. ഭാരസന്തുലനം നഷ്ടമാകും വിധമാണ് പല വാഹനങ്ങളുടെയും രൂപമാറ്റം നടക്കുന്നത്. നിയമവിരുദ്ധമായ മോടി പിടിപ്പിക്കലാണ് കൂടുതൽ വാഹനങ്ങളിൽ ചെയ്യുന്നത്. പല റോഡുകളിലും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നതിന് ഒരു പ്രധാന കാരണം എന്നത് അനധികൃതമായുള്ള ഈ മോഡിഫിക്കേഷനുകളാണെന്ന് റോഡ് സുരക്ഷാ വിദഗ്ധർ പറയുന്നു. റൂഫ് ടോപ്പ് AC, ലഗേജ് കാരിയർ, അലങ്കാരത്തിന് ഘടിപ്പിക്കുന്ന മേൽക്കൂര, ലൈറ്റുകൾ, ശബ്ദ സംവിധാനം എന്നിവയെല്ലാം വാഹനത്തിന്റെ മുകൾ വശത്തെ ഭാരം വർദ്ധിപ്പിക്കും. വശങ്ങളിൽ ഭാരമേറിയ ഗ്ലാസുകൾ ഘടിപ്പിക്കുന്നതും ഹാർഡ്വുഡിലെ അകത്തളങ്ങളും നിയന്ത്രണം നഷ്ടമാക്കും. കോച്ചിന്റെ മുകൾ വശം പൊളിച്ച് വാഹനത്തിന്റെ ഉയരം കൂട്ടുന്നുമുണ്ട്. ഇത് വളവുകളിൽ നിയന്ത്രണം നഷ്ടമാക്കും. സസ്പെൻഷൻ, സ്റ്റിയറിംഗ്, ബ്രേക്ക് എന്നിവയ്ക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമാണ് മോടി പിടിപ്പിക്കൽ കഴിഞ്ഞ് വാഹനം നിരത്തിലെത്തുന്നത്. ഭാരപരിശോധന നടത്തിയാൽ മാത്രമേ ക്രമക്കേട് കണ്ടെത്താനാകൂ. ഘടനാപരമായ ഇത്തരം മാറ്റങ്ങൾ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തില്ല. സുരക്ഷാ നിബന്ധനകൾ കർശനമല്ലാത്ത 1990 അംഗീകാരം നേടിയ മോഡലിലാണ് അനധികൃത പരീക്ഷണങ്ങൾ നടക്കുന്നത്. എന്നാൽ കമ്പനി നിഷ്കർഷിച്ച രീതിയിൽ പരിപാലിക്കുന്ന വാഹനങ്ങൾക്ക് മെച്ചപ്പെട്ട നിയന്ത്രണം കിട്ടാറുണ്ടെന്ന് ഡ്രൈവർമാർ പറയുന്നു. ടൂറിസ്റ്റ് ബസ്സുകളിലെ അനുവദനീയമല്ലാത്ത മോടി പിടിപ്പിക്കലുകൾ നീക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇതുവരെ ഇത്തരം പരിശോധനകൾ മിനി വാനുകളിലേക്ക് കടന്നിട്ടില്ല.